ഒരു വീട്ടിൽ കയറണമെങ്കിൽ സലാം ചൊല്ലി സമ്മതം ചോദിക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് തന്ന നിർദ്ദേശമാണ്. മറ്റൊരാളെ വീട്ടിൽ കയറുമ്പോ സമ്മതം ചോദിക്കണം. അസ്സലാമു അലൈക്കും അദ്ഖുലു, ഞാൻ കടക്കട്ടെയോ എന്ന് സമ്മതം ചോദിക്കണം. സലാം ചൊല്ലിയിട്ട് സമ്മതം കിട്ടിയാലേ കടക്കാവൂ. സമ്മതം കിട്ടിയില്ലെങ്കിൽ ഇദാ ഖീല ലക്കും ഉർജിഉ ഫർജിഉ, നിങ്ങൾ തിരിച്ചു പോകൂ എന്ന് പറഞ്ഞാൽ തിരിച്ചു പോകണം. അതിന് പുരക്കാരനോട് നമുക്കൊരു വിഷമം ഉണ്ടാകരുത്. നമ്മളോട് തിരിച്ചു പോകാൻ പറഞ്ഞാൽ തിരിച്ചു പോകണം. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ നമ്മളെ കയറ്റാൻ പറ്റുന്ന സമയമാണോ അല്ലേ എന്നത് നമുക്കറിയില്ലല്ലോ. ആരെയും നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ലല്ലോ. ഇസ്ലാമിന്റെ നിയമം 3 പ്രാവശ്യം സലാം ചൊല്ലിയിട്ടേ കടക്കാവൂ എന്നാണ്. സമ്മതം കിട്ടിയാലേ കടക്കാവൂ. സലാം ചൊല്ലുന്നതിന്റെ ധാരാളം മസലകൾ പറയാനുണ്ട്. ഇപ്പോൾ സമയം വൈകിയത് കൊണ്ട് ഞാൻ നിർത്തുന്നു. ഒറ്റ വാക്കിൽ പറയുന്നു, ചെറിയവർ വലിയവർക്കാണ് സലാം പറയേണ്ടത്. നടന്നു വരുന്നവർ, ഇരിക്കുന്ന സമൂഹമുണ്ടെങ്കിൽ ഇരിക്കുന്നവർക്ക് ഇങ്ങോട്ടാണ് സലാം പറയേണ്ടത്. ഒരു വീട്ടിലേക്ക് ഒരാൾ വന്നാൽ കയറി വരുന്ന ആൾ വീട്ടിൽ ഇരിക്കുന്നവർക്കാണ് സലാം പറയേണ്ടത്. ഒരു സദസ്സിൽ ഒരു കൂട്ടർ ഇരിക്കുമ്പോ നമ്മൾ കയറി വന്നാൽ ആ സദസ്സിലുള്ളവർക്കാണ് സലാം പറയേണ്ടത്. ഇരിക്കുന്നവർ അങ്ങോട്ടല്ല സലാം പറയേണ്ടത്. മക്കൾ ബാപ്പക്ക് അങ്ങോട്ടാ സലാം പറയേണ്ടത്. മകൻ ബാപ്പക്കാ പറയേണ്ടത്. ബാപ്പ മകൻ ഇങ്ങോട്ടല്ല പറയേണ്ടത്. സലാം തുടങ്ങേണ്ടത് എപ്പോഴും ചെറിയവര് വലിയവർക്കാണ്. ഭാര്യ ഭർത്താവിന് അങ്ങോട്ട് സലാം പറയണം. മക്കള് ബാപ്പക്ക് സലാം പറയണം. ശിഷ്യൻ ഉസ്താദിന് സലാം പറയണം. ഇങ്ങനെ ചെറിയവര് വലിയവർക്കാണ് സലാം പറയേണ്ടത്. ഇപ്പോൾ ഒരു പരിഷ്കാരം തുടങ്ങിയതായി കാണുന്നുണ്ട്. അന്യ സ്ത്രീകൾ അന്യ പുരുഷന്മാർക്ക് സലാം പറയുന്നു. ഉമ്മമാരെ, അത് പാടില്ലാത്തതാണ്. അന്യ സ്ത്രീകള് അന്യ പുരുഷന്മാർക്ക് സലാം പറയാൻ പാടില്ലാത്തതാണ്. ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം, നമ്മുടെ സിറാജുൽ ഹുദയിൽ പല വിഷയത്തിനും ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി ചില സ്ത്രീകൾ വിളിക്കും. ചിലപ്പോൾ എന്തെങ്കിലും നേർച്ചകൾ കൊണ്ടെത്തരും. മറ്റു ചില സ്ത്രീകൾ സഹായ അഭ്യർത്ഥനയുമായി ചിലപ്പോൾ വരും. അങ്ങനെയൊക്കെ വന്നാൽ ചില സ്ത്രീകൾ അന്യപുരുഷന് സലാം പറയുന്നത് കേൾക്കുന്നുണ്ട്. വിവരമില്ലാഞ്ഞിട്ടാണ്. ഞാൻ ചെല്ലുന്നവരോട് ഞാൻ പറയാറുണ്ട്, പാടില്ല. അന്യപുരുഷന്മാർക്ക് അന്യ സ്ത്രീകൾ സലാം പറയാൻ പാടില്ല. സ്ത്രീകളും പുരുഷന്മാരുമുള്ള ഒരു സദസ്സില് പുരുഷന്മാര് കയറി വന്നാൽ എല്ലാവർക്കും കൂടി പുരുഷന് സലാം പറയുന്നതിന് വിരോധമില്ല. ഇതുപോലെ മുസ്ലിമും മുസ്ലിം അല്ലാത്തവരുമുള്ള ഒരു സദസ്സിൽ കയറി വന്നാൽ മൊത്തത്തിൽ സലാം പറയുന്നതിന് വിരോധമില്ല. പക്ഷെ അവന്റെ സലാം മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ് അവൻ ഉദ്ദേശിക്കുന്നത്. മൊത്തം സലാം പറയുന്നതിന് വിരോധം ഇല്ല. അവൻ ഉദ്ദേശം മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഇതുപോലെ വിസർജിക്കുന്ന മനുഷ്യൻ കക്കൂസിലിരിക്കുമ്പോൾ സലാം പറയരുത്. നിസ്കരിക്കുമ്പോൾ സലാം പറയരുത്. അതുപോലെ മറ്റു പല സന്ദർഭങ്ങളിലും സലാം പറയാൻ പറ്റാത്ത സന്ദർഭങ്ങളുണ്ട്. ഇപ്പോൾ വിശദമായി ഞാനതിലേക്ക് കടക്കുന്നില്ല. സലാം പറഞ്ഞാല് അത് കേട്ടവർക്ക് മടക്കൽ നിർബന്ധമാണ്. ഒരാളെങ്കിലും മടക്കിയില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാണ്. ഒരാളെങ്കിലും മടക്കിയില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാണ്. ഒരാൾ മടക്കിയാൽ മറ്റുള്ളവരും കൂടി കുറ്റത്തിൽ നിന്ന് ഒഴിവാകുന്നതാണ്. സലാം പറഞ്ഞവർക്ക് മാത്രമേ പ്രതിഫലം കിട്ടൂ, പറയാത്തവർക്ക് കൂലി കിട്ടില്ല. അതുപോലെ മടക്കിയവർക്ക് മാത്രമേ കൂലി കിട്ടൂ, അല്ലാത്തവർക്ക് അതിന്റെ പ്രതിഫലം കിട്ടില്ല. ഇദാ ഹുയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ. അസ്സലാമു അലൈക്കും എന്ന് സലാം ചൊല്ലിയാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് കൂട്ടി പറയുന്നത് നല്ലതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് സലാം ചൊല്ലിയാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് കൂട്ടുന്നത് നല്ലതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് സലാം ചൊല്ലിയാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു വമഗ്ഫിറതുഹു എന്ന് കൂട്ടുന്നത് നല്ലതാണ്. പരിശുദ്ധ ഖുർആൻ അതാ പറഞ്ഞത്, ഇങ്ങോട്ട് കാഴ്ചവെച്ചാൽ അതിനേക്കാൾ നന്നാക്കി അങ്ങോട്ട് മടക്കി കൊടുക്കണം. അതില്ലെങ്കിൽ അത്രയെങ്കിലും കൊടുക്കണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ പള്ളിയുടെ മിമ്പറിൽ നിന്ന് ഖാദിയാര് വെള്ളിയാഴ്ച അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയും. ആരും സലാം ഉറക്കമടക്കാത്തത് കൊണ്ട് എല്ലാവരും കുറ്റക്കാരാവുകയാണ്. സലാം മടക്കുമ്പോൾ ചൊല്ലിയവൻ കേൾക്കുന്ന വിധത്തിൽ മടക്കൽ നിർബന്ധമാണ്. നിങ്ങളൊക്കെ പള്ളിയിൽ നിന്ന് മടക്കലുണ്ട് എന്ന് ചിലപ്പോൾ നിങ്ങൾ പറയും. പക്ഷെ അധികം ആളും മടക്കിയ ഖാദിയാര് കേൾക്കാണ്ട മടക്കല്. അതുകൊണ്ട് ഖതീബ് കേൾക്കുന്ന രൂപത്തിൽ മടക്കണം. അത് നിർബന്ധമാണ്. എന്നാലേ കുറ്റത്തുനിന്ന് ഒഴിവാവുകയുള്ളൂ. അങ്ങനെയാകുമ്പോൾ ചെറിയ സംശയം, ഒരാൾ സൈക്കിൾ മേൽ മോട്ടോർ സൈക്കിൾ പോകുമ്പോ അസ്സലാമു അലൈക്കും തന്നെ മോട്ടോർ കൊണ്ട് പോയി കഴിഞ്ഞാൽ അയാളെങ്ങനെയാ കേൾപ്പിക്കും ഉസ്താദ്? അതിന് അയാളെ പിന്നാലെ വേറൊരു സൈക്കിൾ എടുത്ത് പോണോ അലൈക്കും അസ്സലാം എന്ന് പറയാൻ? അത് വേണ്ട. അദ്ദേഹം കേൾക്കുന്ന വിധത്തിൽ നീ ഉറക്കി അങ്ങ് പറഞ്ഞാ മതി. വേറൊരു സൈക്കിൾ എടുത്ത് പോവോ അയാളെ പിന്നാലെ ഓടുവോ വേണ്ട. ഓടിക്കൊണ്ടിരിക്കുമ്പോ സലാം പറഞ്ഞാൽ പിന്നാലെ ഓടിയിട്ട് സലാം പറയണ്ട. പക്ഷെ കഴിയുമ്പോൾ ഒച്ചത്തിൽ മടക്കണം. കഴിവിന്റെ പരമാവധി ഒച്ചത്തിൽ മടക്കണം. അങ്ങനെയാണ് നിയമം. അലൈക്കും അസ്സലാം ചെറുങ്ങനെ പതുക്കെ അങ്ങ് പറഞ്ഞാൽ പോരാ, ഉറക്കമടക്കണം. അത് ഭാര്യക്ക് ഭർത്താവ് സലാം ചൊല്ലിയാൽ
ഭാര്യയും ഉറക്കം മടക്കണം, ഭർത്താവ് കേൾക്കുന്ന വിധത്തിൽ. വേറെ അപ്പുറത്ത് പോലെയൊന്നും കേൾക്കണ്ട, ആ ഭർത്താവ് കേൾക്കുന്ന വിധത്തിൽ മടക്കണം. ഭർത്താവ് ഭാര്യ സലാം ചൊല്ലി, ആ ഭർത്താവും ഉറക്കത്തന്നെ മടക്കണം. ഒരാള് സലാം ചൊല്ലി അയാൾ ഇങ്ങോട്ടും ചൊല്ലിപ്പോയി, അങ്ങനെ അയാൾ അങ്ങനെ ചിലപ്പോ ഒന്ന് നമ്മളെന്താ ചെയ്യാ, നീയും ചൊല്ലി ഞാനും ചൊല്ലി എന്ന് പറയും. അങ്ങനെ പോരാ, അസ്സലാമു അലൈക്കും അങ്ങോട്ട് സലാം ചൊല്ലി, ഇങ്ങോട്ടും അയാളും സലാം ചൊല്ലിപ്പോയി. എന്നാൽ എന്ത് വേണം? രണ്ടാളും സലാം ചൊല്ലിയത് ഒന്ന് കഴിഞ്ഞതിന് ശേഷമാണ് മറ്റത് വരുന്നതെങ്കിൽ ആദ്യത്തേതിന്റെ മടക്കലായി രണ്ടാമത്തേത് പരിഗണിക്കപ്പെടും. എന്റെ ചൊല്ലിയെന്ന് കൈമാ മറ്റാൾ തുടങ്ങിയത്, എന്നാലും ആദ്യം ചൊല്ലിയതിന് മടക്കിയതായി രണ്ടാമത്തെ സലാമിന് പരിഗണിക്കപ്പെടും. രണ്ടും ഒന്നായിട്ട് വന്ന് ആക്സിഡന്റ് ആയി പോയാലോ, രണ്ടാളെ സലാം ഒന്നായിട്ട് ഒരൊറ്റ കൂട്ടിമുട്ടൽ, അസ്സലാമു അലൈക്കും ഇയാളും പറഞ്ഞു അയാളും പറഞ്ഞു. നമ്മൾ സാധാരണ പറയാം നീയും ചൊല്ലി ഞാനും ചൊല്ലിയുന്നില്ല, പോരാ. എന്ത് വേണം? രണ്ടാളും സലാം മടക്കൽ നിർബന്ധം. ഇയാളും പറയണം വലൈക്കും അസ്സലാം, അയാളും പറയണം വലൈക്കും അസ്സലാം. അപ്പൊ സലാം മടക്കുന്നതിനും ഒരുപാട് നിയമങ്ങളുണ്ട്. സലാം തീരെ നിസ്കരിക്കാതെ റമദാൻ മാസത്തിലും അല്ലാത്തപ്പോ ജുമാക്ക് ഒന്നും പോകാതെ നിസ്കരിക്കാതെ റോട്ടുമ്പിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മനുഷ്യൻ നിസ്കരിക്കാതെ അങ്ങനെ പോകുന്നു. നിസ്കരിക്കൂല, ആള് പരസ്യമാണ്, അയാൾ സലാം ചൊല്ലിയാൽ മടക്കേണ്ടതില്ല. അതുപോലെ തന്നെ പരസ്യമായി കള്ളുകുടിക്കുന്നവൻ സലാം ചൊല്ലിയാലും മടക്കേണ്ടതില്ല. പരസ്യമായി വ്യഭിചരിക്കുന്നവൻ സലാം ചൊല്ലിയാലും മടക്കേണ്ടതില്ല. അത്തരം വൻകുറ്റങ്ങൾ ചെയ്യുന്നവർ സലാം ചൊല്ലിയാൽ മടക്കേണ്ടതില്ല. ഇതുപോലെ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ച് മുഹമ്മദിന് നമ്മളെ പോലത്തെ മനുഷ്യനാണ്, അള്ളാഹ് കയ്യും കാലുണ്ട് എന്നൊക്കെ പറയുന്നവർ സലാം ചൊല്ലിയാലും മടക്കേണ്ടതില്ല. സഹോദരന്മാരെ, അത് ഇസ്ലാമിന്റെ ഒരു നിയമമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് എല്ലാ സുന്നികളും ചൊല്ലിയാൽ അവൻ മടക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. നിസ്കരിക്കാത്ത സുന്നികളുണ്ടാവുക, ബദരീങ്ങൾ ആണ്ടിന് അഭിവേക്കാൻ ഭയങ്കര ജോറ, നിസ്കരിക്കൂല, അങ്ങനത്തെ സുന്നി ചൊല്ലിയാലും മടക്കണ്ടെന്നാ പറഞ്ഞത്. സലാം മടക്കുന്നതിന്റെ നിയമം ധാരാളം മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്.